നമസ്കാരം. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുക. ആറ്റുനൂറ്റിരുന്ന് അവർക്ക് കിട്ടിയ കോർപ്പറേഷൻ ചരിത്ര വിജയം നേടി BJP അവിടെ ഭരിക്കുന്നു. 101 വാർഡുകളിൽ 50 വാർഡുകളിൽ നേടിയ വിജയം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ BJP അവിടെ ഭരണത്തിലേറാൻ സഹായിച്ചു. മരം പെയ്ത് കഴിഞ്ഞിട്ടും ഈ മരം പെയ്യുന്ന കഥ എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കൗൺസിലർ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ R. ശ്രീലേഖ മാഡം ചില്ലറ തലവേദനയൊന്നുമല്ല BJPക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് പാർട്ടിക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമൊക്കെ ഇതൊക്കെ കാണുന്നവർ പറയുന്നത്. മേയർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തുമായിട്ട് മാഡം ഒരു ഉടക്കുടക്കി. അതായത് പ്രശാന്ത് ഇരിക്കുന്ന ഓഫീസ്, MLA ഓഫീസ്, അതെനിക്ക് വിട്ടു തരണം. കാരണം എനിക്ക് ജനങ്ങളെ സേവിക്കാൻ വളരെ ചെറിയൊരു സ്പേസ് എപ്പോഴും ഉള്ളൂ. കൗൺസിലർ എന്നുള്ള നിലയിൽ MLA ഇരിക്കുന്ന വലിയ സ്പേസ് ഒന്ന് കിട്ടിയാൽ നന്നായിരിക്കും എന്നാണ്. MLA ആണോ കൗൺസിലറാണോ വലുത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ തൽക്കാലം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരോധിച്ചൊക്കെയാണ്. കാരണം മാഡം റിട്ടയർ IPS ആണല്ലോ, അതുകൊണ്ട് മാഡത്തിന് വലിയ മുറി വേണം എന്നൊക്കെ. ഏതായാലും BJP മേയർ ഉൾപ്പെടെ അവരാരും ആ പ്രശ്നം ഏറ്റുപിടിക്കാത്തത് കൊണ്ട് അതങ്ങനെ അങ്ങ് അവസാനിച്ചു. പക്ഷെ മാഡം ചെയ്തത് VK പ്രശാന്ത് MLA എന്നുള്ള ബോർഡിനേക്കാളും വലിയ ഒരു ബോർഡ്, R. ശ്രീലേഖ ശാസ്ത്രമംഗല കൗൺസിലർ, അങ്ങനെ ഒരു ബോർഡ് വെച്ചാണ് മാഡം തൽക്കാലം ആനന്ദ നിർവൃതി നേടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുണ്ടോ എന്നുള്ള ചിന്തയിലാണെന്ന് തോന്നുന്നു. ഏതായാലും അടുത്ത ഡയലോഗ് വന്നിട്ടുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മാഡം പറയുന്നത്, എനിക്ക് മത്സരിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു, പിന്നെ ഇവരിലൂടെ നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ മത്സരിക്കുന്നത്. മത്സരിച്ചത് എന്താണ്? മേയറാക്കാമെന്ന് എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മത്സരിച്ചത്. വെറുതെ ഒരു കൗൺസിലറായിരുന്നിട്ട് എന്ത് കാര്യം? മേയർ എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു ലെവലാണല്ലോ. അതുകൊണ്ട് മേയറാക്കാമെന്ന് പറഞ്ഞാണ് അവർ മത്സരിപ്പിച്ചത്. പക്ഷേ ഇവർ പറ്റിച്ചു എന്ന് പറഞ്ഞില്ലെങ്കിലും ആ പറഞ്ഞു വരുന്നതിൻ്റെ ടോൺ അതാണ്. എന്നെ മേയറാക്കാമെന്ന് പറഞ്ഞ് മത്സരിപ്പിച്ചിട്ട് മേയറാക്കിയില്ല എന്ന പരാതിയാണ്, ഗദ്ഗതമാണ് ആ ശബ്ദത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ എനിക്ക് പരാതിയൊന്നുമില്ല എന്നും മാഡം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇലക്ഷന് നിൽക്കാൻ വിസമ്മതിച്ചപ്പോ നിൽക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് മേയറാക്കാമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ വെറും കൗൺസിലറായിട്ടല്ല നിർത്തുന്നത്, മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് നിർത്തുന്നത് എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കാൻ തന്നെ തയ്യാറായത്. സംഭവം മാഡത്തെ സംബന്ധിച്ച് പറഞ്ഞതിൽ ന്യായമുണ്ട് എന്നാണ് കരുതാൻ. കാരണം മാഡത്തിനെ സംബന്ധിച്ച് മാഡത്തിൻ്റെ ഒരു ലെവൽ വെച്ച് നോക്കിയാൽ 10-12 പോലീസുകാർ ചുറ്റും ഓർഡർലി ആയിട്ട് നിൽക്കും. മാർക്കറ്റിൽ പോകാനും പട്ടിയെ കുളിപ്പിക്കാനും വീട്ടിലെ ചെടി നനയ്ക്കാനും വരെ പോലീസുകാരാണ്. ഈ വിധമൊക്കെ ഉണ്ടായിരുന്ന മാഡം തിരുവാക്കി എതിർവായില്ലാതെ ഔദ്യോഗിക ജീവിതം നയിച്ചൊരു മാഡം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം ജനങ്ങളെ സേവിക്കാനുള്ള ത്വരയിൽ BJPയിൽ ചേർന്ന് കൗൺസിലറെങ്കിൽ കൗൺസിലർ, അതുവഴി ജനങ്ങളെ സേവിക്കാമല്ലോ. കൗൺസിലർ ആയിരുന്നില്ല മാഡത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ മേയറാകുമെന്ന പ്രതീക്ഷിച്ചിരുന്ന മാഡത്തെ ഒരു കൗൺസിലറാക്കി ഒതുക്കിയതിൽ മാഡത്തിൻ്റെ പ്രതിഷേധമാണ് നമ്മൾ നേരത്തെ കണ്ട വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. പതുക്കെ മാഡത്തിൻ്റെ പോലീസ് ഭാഷയൊക്കെ പുറത്തു വരുന്നത്. പോടാ പുലേ എന്ന് പറഞ്ഞ് എനിക്ക് ഇറങ്ങിപ്പോകാമായിരുന്നു. പക്ഷേ അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ. ഏത് 50 സീറ്റല്ലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അപ്പൊ രാജേഷ് കുറച്ച് ബെറ്ററായിട്ട് മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും, ആശാനാഥിന് കുറച്ചുകൂടെ നല്ലൊരു ഡെപ്യൂട്ടി മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് കൊണ്ടാണെന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു. എനിക്കതിൽ തർക്കമില്ല. കാരണം എല്ലാം മാറാമല്ലോ. നമ്മുടെ രാഷ്ട്രീയമാകുമ്പോ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് മാറാം. അപ്പൊ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കതിനെ എതിർത്ത് നിന്നുകൊണ്ട് പോടാ പുല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാൻ എനിക്ക് പറ്റില്ല. കാരണം എന്നെ ജയിപ്പിച്ച കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ ഒരു കൗൺസിലർ സ്ഥാനം എനിക്ക് കിട്ടിയത് കൊണ്ട്, അവരോടുള്ള ആത്മാർത്ഥതയുള്ളത് കൊണ്ട്, കൂറുള്ളത് കൊണ്ട് 5 വർഷത്തേക്ക് കൗൺസിലറായിട്ട് തുടരാം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ചിലപ്പോൾ അത് നല്ലതിനായിരിക്കും. ഏതായാലും മാഡത്തിൻ്റെ പോലീസ് ഭാഷയൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇക്കണക്കിന് പോയാൽ മാഡം ബാധ്യതയായി മാറുമോ എന്നുള്ള ചിന്ത BJPക്കുണ്ട് എന്ന ആശങ്ക BJPക്കുണ്ട് എന്നാണ് തോന്നുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും അത് പലരിൽ നിന്നായി ആ ആശങ്ക പുറത്തു വരുന്നുമുണ്ട്. ഏതായാലും മാഡത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുവാക്കി എതിർവായില്ലായിരുന്ന ഒരു ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ജനങ്ങളെ സേവിക്കാനുള്ള ത്വരയിൽ മാഡം ചാടി വീഴുന്നത് BJPയിലേക്കാണ്. ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആയ കാലത്ത് നല്ല ഉദ്യോഗത്തിലൊക്കെ ഇരുന്ന്
IAS IPS ഒക്കെ ആയിട്ടിരുന്നിട്ട് പിന്നെ റിട്ടയർ ചെയ്യുമ്പോൾ നല്ല പൈസ പെൻഷനൊക്കെ ഉണ്ട് അല്ലേ, ലക്ഷങ്ങളായിരിക്കും ഇവരൊക്കെ പെൻഷൻ. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ജനങ്ങളെ സേവിക്കണമെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരക്കാർ അല്ലെങ്കിൽ ഇതുപോലെ വലിയ വലിയ പദവിയിലിരുന്ന ആളുകൾ പൊതുരംഗത്തേക്ക് വരുമ്പോൾ എങ്കിൽ പിന്നെ നമുക്ക് ഇവരെ പിടിച്ച് അങ്ങ് മേയറാക്കാം അല്ലെങ്കിൽ ഇവരെ പിടിച്ച് അങ്ങ് മന്ത്രിയാക്കാം എന്നൊക്കെ വിചാരിക്കുന്ന പാർട്ടികളുമുണ്ട്. അവർ ഈ സാധാരണ പ്രവർത്തകരോട് ചെയ്യുന്നത് വലിയ ക്രൂരതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ പാർട്ടിയുടെ ഭാഗമായി മുദ്രാവാക്യം വിളിച്ചും സമരം ചെയ്തും പോലീസിൻ്റെ തല്ലുകൊണ്ടും ജയിലിൽ കിടന്നും കിലോമീറ്ററുകളോളം ഇറങ്ങി റോഡിൽ കൂടെ നടന്നും ആളുകളെ കണ്ടും പരിചയപ്പെട്ടും അവരുടെ കാര്യങ്ങൾ ഇടപെട്ടും സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയും എല്ലാം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ആയിരക്കണക്കിന് രാഷ്ട്രീയ പ്രവർത്തകരുള്ള നാടാണ് നമ്മളത്. ഇവരൊക്കെ ഇതുപോലെ ഒരു പണിയെടുത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പരമാവധി ചിലപ്പോൾ ഇവർക്ക് കിട്ടുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു മുനിസിപ്പൽ കൗൺസിലർ, പരമാവധി ഒരു കോർപ്പറേഷൻ കൗൺസിലർ തുടങ്ങിയ പോസ്റ്റുകളൊക്കെ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. വി രാജേഷ് തിരുവനന്തപുരംകാർക്ക് വളരെ പരിചിതനായ, വളരെ ചെറിയ പ്രായം മുതലേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങി ആളുകളുമായി നല്ല ബന്ധം പുലർത്തുന്ന പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കയ്യടപ്പുറത്തെ തേങ്ങ പോലെ 101 വാർഡുകളിൽ 50 വാർഡുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ കൃത്യമായി ചലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും അതിലൊരു ഒരു തഴക്കം വന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ അനുഭവ സമ്പത്ത് അത്യാവശ്യമാണ്. വി രാജേഷിന് അതുണ്ട് എന്ന് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് BJP അദ്ദേഹത്തെ തലസ്ഥാനത്തിൻ്റെ മേയറാക്കിയത് എന്നാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ, മാധ്യമപ്രവർത്തകരോടൊക്കെയുള്ള എല്ലാവരും അത് മനസ്സിലാക്കുന്നത്. നിങ്ങളെന്നാൽ അയച്ചു ഇതേ ആറ്റിറ്റ്യൂഡുമായി അല്ലെങ്കിൽ ശ്രീലേഖ മാഡത്തിനെ പോലുള്ള ആരെങ്കിലുമായിരുന്നു മേയറെങ്കിൽ പ്രതിപക്ഷത്തിനൊരു സമരം ചെയ്യാൻ പറ്റും. എല്ലാവരും പിടിച്ച് അകത്തിടാൻ പറയുന്നത്. കാരണം മാഡം പരിചയിച്ച് വന്ന വഴികൾ രാഷ്ട്രീയക്കാരൻ്റെ വഴികളല്ല, മാഡം പരിചയിച്ച് വന്ന വഴികൾ IPS വഴികളാണ്. മാഡം ഒരു രാഷ്ട്രീയക്കാരിയായി രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ജനപിന്തുണ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഒരു പൊതുപ്രവർത്തക, ഒരു ലക്ഷണമൊത്ത ഒരു നല്ല പൊതുപ്രവർത്തകയായി മാറണം എന്ന് നിർബന്ധമില്ല. അതിന് അനുഭവ സമ്പത്ത് വേണം, പരിചയം വേണം, ആളുകളുമായി ഇടപഴകി ശീലം വേണം. ആളുകൾക്ക് ഇത് ഞങ്ങളിലൊരാളാണ് എന്ന തോന്നൽ ഉണ്ടാകണം. എന്റെ രാഷ്ട്രീയ പ്രവേശനവും സാമൂഹ്യ സേവനവും ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് തുടങ്ങുന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഒരു കോർപ്പറേഷനിൽ ജോലി ചെയ്ത് വേണം ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് വേണം മുകളിലോട്ട് കയറാൻ എന്നുള്ള ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമായിരുന്നു എന്നെ നിർത്തുമ്പോഴാണ്. ഇതുവരെയുള്ള മാഡത്തിന്റെ പ്രകടനം വെച്ച് ഇത്തരത്തിൽ ഞങ്ങളിലാണ് എന്ന് BJPക്കാർക്ക് പോലും പറയാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അങ്ങനെ BJPക്കാർക്ക് പറയാൻ കഴിയണമെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, അപ്പോൾ ശോഭാ സുരേന്ദ്രനായാലും തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി മേയർ ആശാനാഥായാലും ഇവരെല്ലാം പാർട്ടിയുമായി അത്രത്തോളം താതാത്മ്യം പ്രാപിച്ച് പ്രവർത്തകർക്കിടയിൽ ജീവിക്കുന്ന വനിതാ നേതാക്കളാണ് പാർട്ടിയുടെ. മാഡം ആ നിലവാരത്തിലേക്ക് ഉയരാൻ ശ്രമിക്കണം. അല്ലാതെ ആറ്റുനോറ്റിരുന്ന് കിട്ടിയ ഒരു കോർപ്പറേഷൻ ഭരണത്തിൽ എന്നെ മേയറാക്കുന്നവർ എന്ന് പറഞ്ഞതാണ്, ഞാൻ പിന്നെ അവർ അത് മേയറാക്കിയില്ല, എനിക്ക് പരാതിയൊന്നുമില്ല എന്ന് കൂടെ പറഞ്ഞ് ആറ്റുനോറ്റിരുന്ന് കിട്ടിയ ഒരു ഭരണ സംവിധാനത്തിൽ തലവേദന ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ്. ഞാൻ ഒന്നിലും അങ്ങനെ അമിതമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. എന്നോട് പറഞ്ഞപ്പോ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കണം എന്നൊരു നിർബന്ധം ഉണ്ടായപ്പോൾ പറഞ്ഞ ഒരു ഓപ്ഷനാണ് ഇത്. ആ ഓപ്ഷൻ മാറിയത് അവസാന നിമിഷമായിരുന്നു. നമുക്ക് വേണ്ടത് ഒരു ഭരണമാണ്. ഭരണം മുന്നോട്ട് പോട്ടെ. ഭരണത്തിൽ എന്തെങ്കിലും പാളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ഒരു മുതിർന്ന വനിത എന്നുള്ള നിലയിൽ, പാർട്ടിയുടെ ഉപാധ്യക്ഷ എന്നുള്ള നിലയിൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഓക്കെ, അതൊക്കെ നല്ല കാര്യമായിരിക്കും. പക്ഷേ പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്വാരസ്യങ്ങൾ ഉണ്ടായാൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർട്ടി എന്നുള്ള നിലയിൽ അത് നല്ലതാകുമോ എന്ന് മാഡം കൂടി ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുക.